അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കുറേ കടമുണ്ട്, പണിയെടുത്ത് വീട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു ലോട്ടറി എടുക്കാമെന്ന് വെച്ചാൽ അത് ഹലാലുമല്ല. പിന്നെ ഈ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കുമെന്നോർത്ത് ആകെ ഇടങ്ങേറായി നിൽക്കുമ്പോഴാണ് ഒരു മോല്യാരുടെ വീഡിയോ കാണുന്നത്. മോല്യാർ പറയുന്നത് നിധി കിട്ടുമെന്നാണ്. വലിയ പണിയൊന്നുമില്ല, അപ്പോൾ വലിയ സന്തോഷമായി. ഇനി നമുക്ക് ആ മോല്യാരോട് തന്നെ ചോദിക്കാം, നിധി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, നിങ്ങൾക്ക് സ്വയം കണ്ടെത്താം. അതിനൊക്കെ എന്താ മാർഗം എന്നറിയാം. നിങ്ങൾ ഞായറാഴ്ച ദിവസം, ആള് വെജിറ്റേറിയൻ ആയിരിക്കണം, ശനി ഞായറും ദിവസങ്ങളിൽ. ഞായറാഴ്ച ദിവസം നോമ്പുകാരനായിരിക്കണം. നോമ്പ് നോറ്റുകൊണ്ട് ഞായറാഴ്ച ദിവസം ഖമറിന്റെ സായത്തില്, അതായത് ചന്ദ്രന്റെ സമയത്ത് രാത്രി, ഞായറാഴ്ച ദിവസം തന്നെ ആയിരിക്കണം, വെജിറ്റേറിയനുമായിരിക്കണം. ഇറച്ചിയും മീനൊന്നും കഴിക്കാൻ പാടില്ല. ആകപ്പാടെ ഞായറാഴ്ചയാണ് ഒരു കല്യാണോ, ഇനി കല്യാണമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ബീഫൊക്കെ വാങ്ങാൻ പറ്റുന്നത് ഞായറാഴ്ചയാണ് മിക്കവാറും. എന്തോ ആകട്ടെ, നിധി കിട്ടണ കാര്യമല്ലേ. അന്ന് കല്യാണത്തിനും പോകണ്ട, നമുക്ക് ബീഫും വാങ്ങണ്ട. മോല്യാർ പറയുന്നത് പോലെ ഞായറാഴ്ച രാത്രിയാകുമ്പോൾ നീയത്തൊക്കെ വെച്ച് നമുക്ക് നോമ്പ് പിടിക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു വെള്ള കാർഡ് എടുത്തുകൊണ്ട് അതില് കുങ്കുമപ്പൂവും പനനീരും പൊടിച്ചു ചേർത്തിട്ട് മഷി രൂപത്തിലാക്കിയിട്ട് അതിനെ കൂർത്ത ഒരു മുള പോലോ അല്ലെങ്കിൽ പല്ലിക്കുത്തുന്ന ആ സാധനം കണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വെളുത്ത കാർഡിൽ സൂറത്തുർ റഹ്മാൻ പരിപൂർണമായി കൊണ്ട് എഴുതുക. എന്നിട്ട് അതിലേക്ക് സൂറത്തു ശംസ് വദ്ദുഹാഹ സൂറത്ത് 300 തവണ അതിലേക്ക് മന്ത്രിച്ചു കൊണ്ടുപോകുക. ചെറിയ പണിയാണ്, 300 തവണ ആ സൂറത്ത് ഓതുക. പിന്നെ അർ-റഹ്മാൻ സൂറത്ത് വെള്ള പേപ്പറിൽ കുങ്കുമവും പനിനീറും ചാലിച്ച് എഴുതുക. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കിട്ടാൻ പോണത് കോടികളുടെ മുതലല്ലേ. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം മോല്യാരെ? അങ്ങനെ ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്ന സമയത്ത് ആ കാർഡ് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും അത് എവിടെയാണോ നിധിയുള്ളത്, നമ്മൾ ഇരിക്കുന്നതിന്റെ ഭാഗത്ത് നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ പറമ്പിൽ അല്ലെങ്കിൽ അതിന് ചുറ്റളവിൽ നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉള്ള ഭാഗത്ത് ആ കാർഡ് പോയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പറമ്പിലോ വീടിന്റെ ഭാഗത്തോ നമുക്ക് നിധി ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അത് കണ്ടെത്താൻ എളുപ്പമാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ഈ കാർഡിൽ എഴുതി കഴിയുമ്പോൾ ആ കാർഡ് തന്നെ പറന്നുപോയി എവിടെയാണോ നിധിയുള്ളത് അവിടെ പോയി വീഴും. നമ്മൾ അവിടെ കുഴിച്ചാൽ മതി. സിമ്പിളാണ്. കോടികളല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം കോലത്തിലാണ് വരുന്നത്. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഈ കാർഡെങ്ങാനും അപ്പുറത്തെ പറമ്പിലാണ് പോയി വീഴുന്നതെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇയാൾക്ക് വല്ല സമാധാനം കിട്ടുമോ? പിന്നെ എന്തായിരിക്കും അയാളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ? ഇനി ഈ കാർഡെങ്ങാനും വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിലാണ് പോയി വീഴുന്നതെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കും. വെറുതെ തൊപ്പിയും വെച്ച് താടിയും വെച്ച് തലേക്കെട്ടും കെട്ടി ഓരോരോ കോലത്തിൽ ഓരോരോ സാധനങ്ങൾ ഇറങ്ങാൻ. നിധിയാണത്രേ. എന്നിട്ട് ഇയാളുടെ വീഡിയോയിൽ ഇയാൾ ഫോൺ നമ്പറൊക്കെ വെക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും. എന്ന് പറഞ്ഞാൽ ഒരു സാധു ഇത് കണ്ട് വിശ്വസിച്ചിട്ട് എഴുതി, ആ കാർഡുണ്ടോ പറക്കാൻ പോകുന്നു. ഈ കാർഡ് പറക്കുന്നില്ല. ഇനി പറന്നാൽ തന്നെ എവിടെയെങ്കിലും പോയി വീണ് അയാൾ അവിടെ മുഴുവൻ ആകെ കുഴിച്ച് വലിയൊരു കിണർ വലിപ്പത്തിൽ കുഴിച്ചു, എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്താ ചെയ്യുക? മോല്യാരെ വിളിക്കും. നമ്പറുണ്ടല്ലോ. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ട് രക്ഷയില്ലട്ടോ. മോല്യാരോടനെ അത് നിങ്ങൾ ചെയ്തത് ശരിയാകാഞ്ഞിട്ടാണ്, ഞാൻ ശരിയാക്കി തരാം. പിന്നെ വരും മോല്യാർ ചില പണിയൊക്കെ ചെയ്യും. അവിടെ കുഴിക്കെന്ന് പറയും, അവിടെ കിട്ടൂല. ഇവിടെ കുഴിക്കെന്ന് പറയും, ഇവിടെയും കിട്ടൂല. അവസാനം അയാളുടെ ഉള്ള പറമ്പ് മുഴുവനും കുഴിച്ച് കിളച്ച് കഴിയുമ്പോൾ മോല്യാർ ലാസ്റ്റ് ഒരു ഡയലോഗാണ്. അതതിൻ്റെ കാവൽക്കാരായ ജിന്നുകൾ വേറെ സ്ഥലത്തേക്ക് വലിച്ചോണ്ട് പോയി. ഇതിനു മുമ്പ് തന്നെ മോല്യാർ പറഞ്ഞു പറ്റിച്ച് കുറേ പൈസ പോക്കറ്റിലാക്കിയിട്ടുണ്ടാവും. ഇത് ഈ മോല്യാരുടെ കാര്യം മാത്രമല്ല, പൊതുവേ അങ്ങനെയാണ്. നിധി എന്ന് പറയുന്നത് ചില ആളുകൾക്കൊക്കെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിർഭാഗ്യം കൊണ്ടോ കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നിധി കിട്ടിയിട്ട് ജീവിതം ആകെ നശിച്ചു പോയ ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരിട്ട് എനിക്കറിവില്ലെങ്കിലും. അപ്പോൾ ആ കിട്ടിയ നിധി അവരുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുകയില്ല എന്ന് ചുരുക്കം. ഇനി ഇപ്പോഴത്തെ കാലത്തൊക്കെയാണ് നിധി കിട്ടുന്നതെങ്കിൽ എന്തു പ്രയോജനം? അത് സർക്കാർ കണ്ടുകിട്ടും. അപ്പോൾ മോല്യാർക്ക് കിട്ടാനുള്ളത് കിട്ടും. രഹസ്യമാക്കിയൊക്കെ എത്ര നാൾ വെക്കാൻ പറ്റും? അവസാനം ഈ മനുഷ്യൻ അതുകൊണ്ട് ഇടങ്ങേറാകുന്ന അവസ്ഥ ഉണ്ടാകും.
എന്നിട്ടും ഇപ്പോഴും കുറേ മനുഷ്യന്മാർ ഈ നിധിയുടെ പിന്നാലെ ഏതെങ്കിലും മൂല്യാരോ തങ്ങളോ പറഞ്ഞ അതിൻ്റെ പിന്നാലെ പായാണ്. അവർ ചോദിക്കുന്ന ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നിധി എന്നത് അത് കിട്ടിയാൽ ഉപയോഗിക്കാവോ ഇല്ലയോ അതൊക്കെ വേറെ ഫിഖ്ഹിന്റെ ചർച്ചകളുണ്ട്. അനുവദനീയമായ നിധി കിട്ടലുണ്ട്. അങ്ങനെ കിട്ടിയാൽ അതിൽ നിന്ന് 5% സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ കർമ്മശാസ്ത്രത്തിൽ ചർച്ചയുമുണ്ട്. പക്ഷേ അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ പറയുന്ന പണികളെടുത്ത് ചില ആളുകളൊക്കെ തനി ശൈത്വാനിയത്ത് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നിധിയുടെ പിന്നാലെയൊക്കെ പായുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ ആർത്തിമൂത്ത് പോയി ചാടുന്നത് വലിയ അബദ്ധത്തിലാണ്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഇയാൾ ഇതുപോലെ ഒരുപാട് ആളുകളെ പറ്റിച്ച് മുങ്ങിയ ആളാണ്. ഇയാളെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കയ്യോടെ പിടിച്ചോളണം. ഒരുപാട് പാവങ്ങളെ, ഒരുപാട് ഉസ്താദുമാരെ, എന്താണ് ഇവരുടെയൊക്കെ നമ്പർ? ആദ്യം വലിയ തക്വയുള്ള ആളായി ചമയും. മക്കുബറകൾ ഇങ്ങനെ കയറി ഇറങ്ങും. ഏതെങ്കിലും ഒരു മൗലിയാരെ കണ്ടാൽ അവരുമായി ബന്ധം സ്ഥാപിക്കും. എന്നിട്ട് ആ ബന്ധം ഇതുപോലെ ഔലിയാക്കളും കറാമത്തും മറ്റുമൊക്കെ പറഞ്ഞു വളർത്തി വലുതാക്കിയെടുത്ത് അവരെ കൊണ്ട് വിശ്വസിപ്പിച്ച് അവരുടെ ഒരു വിശ്വസ്തനായി മാറിക്കഴിയുമ്പോൾ ഇവൻ പതുക്കെ അവതരിപ്പിക്കും. ഇപ്പം ഈ ഫോട്ടോയിൽ കണ്ട ചങ്ങാതിയുടെ പണിയാണ്. ഇവൻ പതുക്കെ അവതരിപ്പിക്കും, എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ നിധി എടുക്കണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിന് കുറേ പണം വേണം, എൻ്റെ കയ്യിൽ പണമില്ല, നിങ്ങൾ പണം തന്നാൽ ഞാൻ നിങ്ങൾക്ക് നിധി എടുത്തിട്ട് നിധിയിൽ നിന്നൊരു ഓഹരി നിങ്ങൾക്ക് തരാം. മൂല്യാർ വീഴൂലേ? പാവം വീട്ടിൽ ഈ കിട്ടണ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന മൂല്യാർക്ക് ഒരു 2 കിലോ സ്വർണം കിട്ടുമെന്ന് പറഞ്ഞാൽ വീണുപോകൂലേ? അങ്ങനെ വീണുപോയ എത്ര പാവങ്ങളുണ്ടെന്നറിയോ? എന്തെല്ലാം തട്ടിപ്പ് നിധിയുടെ പേരിൽ. ഇപ്പം എനിക്കൊരു ഉസ്താദ് അയച്ച വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ ഫോട്ടോയിൽ കാണുന്ന ചങ്ങാതി കാരണം ഇപ്പോഴും ഇടങ്ങേറായിട്ട് പല ആളുകളും ഉണ്ടത്രേ. ഉസ്താദ് വളരെ സങ്കടത്തോടെയാണ് ഈ വോയിസ് വിടുന്നത്. ഇതുപോലെ ഒരു അനുഭവം ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഈ അനുഭവം പങ്കുവെക്കുന്നത്. നാട്ടില് ഈ ഫോട്ടോയിലുള്ള ഈ വ്യക്തി കുറച്ചു മുന്നേ നാട്ടിൽ വന്ന് നാട്ടില് പല ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തി. അധികവും ഇദ്ദേഹം പാവപ്പെട്ട ആളുകളായിരുന്നു പിടിച്ചത്. അങ്ങനെ താനൊരു ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളാണ് എന്നും കുറെ സിയാറത്ത് ചെയ്തിട്ടും ഒക്കെ ബോധ്യപ്പെടുത്തിയെടുത്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് പിന്നെ മൂപ്പര് ചെയ്ത പണി എന്താ വെച്ചാല്, പാവപ്പെട്ട കുറെ ആളുകളെ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കടണ്ടോ? കട ഉണ്ടെങ്കിൽ, അപ്പൊ കട ഉണ്ടെന്ന് പറയും, കട ഉണ്ടെങ്കിൽ ഞാനത് വീട്ടാൻ ഒരു മാർഗം എൻ്റെ ഉണ്ട്, എനിക്കൊരു നിധി കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ അതിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് കടം വീട്ടാൻ തരാം. പക്ഷെ എനിക്ക് ആ നിധി എടുക്കണമെങ്കിൽ തോനെ ക്യാഷ് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളൊരു 15,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക തന്നിട്ട് എന്നെ സഹായിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളാണ് എന്ന ഒരു വിശ്വസ്തത വെച്ചിട്ട് ഈ പാവപ്പെട്ട ആളുകൾ, അതിന്റെ കൂടെ ഇയാൾ പറയുകയും ചെയ്തു, എനിക്ക് ക്യാഷ് തരുന്നത് നിങ്ങൾ വേറെ ആരോടും പറയരുത്, കാരണം പിന്നെ ഞാൻ ഓരൊക്കെ സഹായിക്കേണ്ടി വരുമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയും കടത്തിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് ക്യാഷ് കൊടുത്തു. അങ്ങനെ 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അദ്ദേഹം മുമ്പിൽ നല്ല രൂപത്തിൽ തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കൂടി പിന്നിട്ടപ്പോ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു, എന്താ കിട്ടാത്തത്, ഇനി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോ അപ്പൊ മുമ്പിൽ പറഞ്ഞത്, ഞാൻ ഔലിയാക്കളെ വർക്കത്തോണ്ട് എടുത്തു കൊടുക്കും, നാഗൂർ ഷേഖിന്റെ വർക്കത്തോണ്ട് എടുക്കും എന്നൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം 2 ദിവസം കൂടി കഴിഞ്ഞപ്പോ പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഇയാൾ നാട് വിട്ടു, പിന്നെ വിളിച്ചിട്ട് കിട്ടണില്ല. അതുവരെ വിളിച്ചിരുന്ന ആള് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അങ്ങനെ ഏകദേശം നാട്ടിൽ നിന്ന് ഇയാള് വാങ്ങിയ ക്യാഷ് നോക്കുമ്പോൾ 1 ലക്ഷത്തിലേറെ ക്യാഷ് ഒരാഴ്ചന്റെ ഉള്ളിൽ ഇയാള് സ്ഥലം വിട്ട് നിധി എടുക്കാനെന്ന് പറഞ്ഞിട്ട് ഇയാൾ നിധി എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കടം വീട്ടി തരാന്ന് പറഞ്ഞ ഇയാള് നാട്ടിൽ വന്നിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ആ കടം നീരാന്, പിന്നെ കടത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കുറെ ദിവസങ്ങൾ എടുത്ത ഒരുപാട് പാവങ്ങളുടെ കയ്യിൽ നിന്ന് 15,000, 5,000, 10,000 കിട്ടണമൊക്കെ മേടിച്ചെടുത്തിട്ട് ഇയാൾ മുങ്ങി. അടുത്ത സ്ഥലത്ത് വേറെ ഫോൺ നമ്പറിൽ വേറെ തട്ടിപ്പുമായിട്ട് ഉണ്ടാകും. ഇതുപോലെ നിധിയുടെ പേരിൽ എന്തെല്ലാം തട്ടിപ്പ് ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ്? പാവങ്ങൾ, കടം കൊണ്ട് പൊറുതിമുട്ടുന്നവർ, അവരുടെ കടം വീട്ടിൽ കിട്ടുമല്ലോ, അവരുടെ പ്രയാസങ്ങളൊക്കെ മാറുമല്ലോ, ഒരു വീട് വെക്കാമല്ലോ, മോളെ കെട്ടിക്കാമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇതുപോലെയുള്ള ആളുകളുടെ മുമ്പിൽ ചെന്ന് വീഴുന്നത്. അവരാണെങ്കിലോ ഔലിയാക്കളെ പറയുന്നു, കറാമത്ത് പറയുന്നു, 5-ന് 6 നേരം നിസ്കരിക്കുന്നു. എന്താണ് അവസ്ഥ? ഇതുപോലെ കഴിഞ്ഞ ഏകദേശം ഒരു 1-2 കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ നിധിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. എത്ര ആളുകളാണെന്നറിയോ? കൂടുതലും ഉസ്താദുമാരാണ് എന്നെ വിളിച്ചത്. ഉസ്താദുമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സംഘം ഈ കേരളത്തിൽ മുഴുവനും നടക്കുന്നുണ്ട്.
ഉസ്താദുമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ നിധി എന്നൊക്കെ പറയുന്ന സാധനം അത് കണ്ടുകിട്ടാൻ എളുപ്പമാണ്, ഈ ആയത്തോതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ സാധനങ്ങൾ ഇതിലധികവും തട്ടിപ്പാണ്. അധികമെന്നല്ല, മുഴുവനും തട്ടിപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മൂല്യാർക്ക് ഈ ആയത്തും ഹദീസും പറഞ്ഞ് വീഡിയോ യൂട്യൂബിൽ ഇടുന്നതിന് പകരം ഈ സ്വന്തമായിട്ട് എഴുതിയിട്ട് പറപ്പിച്ച് വിട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിധി കളച്ചെടുത്ത് സുഖമായിട്ട് ജീവിച്ചുകൂടെ? എന്തിനാണ് മൂല്യാർ ഈ പണിക്ക് നിൽക്കുന്നത്? വെറുതെ തട്ടിപ്പ്. അതുകൊണ്ട് വിശ്വാസികളോട് പറയാൻ, നമുക്ക് കടമുണ്ടോ? അല്ലാഹു തആല വീട്ടി തരാൻ വേണ്ടി അതിനു വേണ്ട ദിക്റുകൾ, അതിനു വേണ്ട സ്വലാത്തുകൾ, അതിനു വേണ്ട പരിശ്രമങ്ങൾ നടത്തുക എന്നതല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീണു പോകരുത്. വലിയ ഒരു റാക്കറ്റ് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിധി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു തരും. സ്വർണ്ണക്കട്ടയും വിഗ്രഹങ്ങളുടെ രൂപങ്ങളുമൊക്കെ സ്വർണമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കും. എന്നിട്ട് നമ്മുടെ പോക്കറ്റിലുള്ള പണം തട്ടിയെടുക്കും. അതിനുവേണ്ടി ഒരുപാട് സംഘങ്ങൾ കേരളത്തിൻ്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. വേറെ ചിലരുടെ അടുത്ത് ചെന്നാൽ ജിന്നുകൾ എടുത്തു തരും. തനിച്ച ശൈത്താൻ സേവകൾ നടത്തുന്ന ആളുകളുണ്ട്. അതിലൊന്നും പെട്ടുപോകരുതെന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.